ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ നിധിയുടെയും ഗൗതമിൻ്റെയും എപ്പിസോഡാണ് കേട്ടോ. ഇപ്പോഴത്തെ എപ്പിസോഡല്ല, അപ്കമിങ് എപ്പിസോഡാണ്. നമ്മുടെ നിധിയും ഗൗതമും സത്യം തിരിച്ചറിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ മാംഗല്യം തന്തുനാനയുടെ ആ എപ്പിസോഡ് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ നിധിയും ഗൗതമും കൂടിയിട്ട് സരോഗസിക്കായിട്ടൊരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ റെഡി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതം അതെടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും വന്നതല്ലേ, ഞാൻ നിധീനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറഞ്ഞു, എന്തിനാ ഡോക്ടർ, അതൊക്കെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറൊക്കെ എഴുതി കറക്റ്റാക്കിയിട്ടുള്ളതാണ്, പരിശോധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതായിക്കോട്ടെ, ഇത് ലീഗൽ ഒരു ഫോർമാലിറ്റിയാണ്, ഞാനല്ലേ ഇത് തരുന്നത്, അപ്പോൾ എനിക്കൊന്ന് പരിശോധിച്ച് ബോധ്യപ്പെടണം, വരും നിധിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ നിധീനെയും കൊണ്ടിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗൗതം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിധി ചെക്ക് ചെയ്ത് വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനാണ് സരോഗസിൻ്റെ ഒക്കെ ആവശ്യം, എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ പ്രസവിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ വേറൊരു അമ്മേനെ നോക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം പറയും, എന്താ ഡോക്ടർ പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് സത്യം പറഞ്ഞേ, ഒരു കുഞ്ഞിനല്ല, എത്ര കുഞ്ഞിനെ വേണമെങ്കിൽ പ്രസവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു, അത് പോയതിന് ചികിത്സ നടത്തിയിട്ടുമുണ്ട്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അല്ലല്ലോ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അന്നിങ്ങനെ പോയപ്പോൾ പറഞ്ഞു കുഞ്ഞുണ്ടായിട്ടുമില്ല, ഇനിയിട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് ശുദ്ധ നുണയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ, അത് ശുദ്ധ നുണയാണ്, നിധിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് പോയിട്ട് അതിന് ചികിത്സിച്ചിട്ടുമുണ്ട്, ഇനിയും എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ പ്രസവിക്കാനുള്ള കഴിവ് നിധിക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി സരോഗസിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിധിയും ഗൗതമും ചാടി എഴുന്നേറ്റു. രണ്ടുപേരും ഭയങ്കര സങ്കടവും സന്തോഷവും ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഡോക്ടറെ കാണാൻ, നമുക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അഭിരാമി ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ചെന്നിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് സത്യമാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി സത്യാവസ്ഥ അറിഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വലിയ ചതിയാണ് നിങ്ങൾ ചെയ്തതെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് ശിവാനിയും ജ്യോതിർമയും കൂടിയിട്ട് എന്നെ വരട്ടി പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും വരട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നോടല്ലേ ഇത് പറയേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴും കുടുംബ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എന്തൊരു വിശ്വാസത്തിലാണെന്നറിയോ നിങ്ങളെക്കുറിച്ച് പറയാറ്, എന്നിട്ട് നിങ്ങൾ എന്തൊരു വലിയ ചതി ഞങ്ങളോട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അവർ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോയി എൻ്റെ മകളെ കൊന്നു കളയുന്നതാണ് അവർ പറഞ്ഞത്, അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ ചെയ്തതാണ്, തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഗൗതം അടിക്കാനൊക്കെയാണ് നിൽക്കുന്നത്. അടുത്ത ആഴ്ച എൻ്റെ മോളുടെ കല്യാണമാണ്, ഞാൻ വേറെ എന്ത് ചെയ്യും, ഞാൻ ശരിക്കും പേടിച്ചു പോയി, അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഗൗതമും നിധിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതും പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിലാണ് വണ്ടി ഓടിച്ച് വരുന്നത്. അങ്ങനെ വീട്ടിലെത്തി ശിവാനിയെ വിളിക്കുക. അപ്പോൾ ശിവാനിയും നമ്മുടെ പ്രണവും കൂടിയിട്ട് അവിടെ സെറ്റിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ നിധി എന്ത് ചെയ്തു, ശിവാനീൻ്റെ ഒറ്റ അടി അടിച്ചപ്പോൾ പ്രണവും ചാടി എണീറ്റു കേട്ടോ. എന്ത് പണിയാണ് നിങ്ങൾ കാണിക്കണം, എന്തിനാ എൻ്റെ ഭാര്യ അടിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോഴേക്കും അമ്മായി ഓടി വന്നു, എന്തിനാണ് നീ അവളെ അടിച്ചത്, അവൾ ഗർഭിണിയല്ലേ, അതെന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണയനോട് വേണം, നീ അവൾ ചെയ്ത കാര്യത്തിന് സപ്പോർട്ട് നിൽക്കാൻ ശ്രമിക്കരുത്, സത്യം അറിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്മായി പറഞ്ഞപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവളുടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ കുഴപ്പമുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കുട്ടിയെ കൊന്നു കളഞ്ഞതോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞേന്ന് ചോദിച്ചിട്ട് എല്ലാവരും പകച്ച് നിൽക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണ് വിളിച്ചു പറയണേ, വല്ലതും വിളിച്ചു പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി സത്യമായിട്ടും എൻ്റെ കുട്ടീനെ കളഞ്ഞത് നമ്മുടെ ശിവാനിയും ജ്യോതിർമയും കൂടി ചേർന്നിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറു നിർമ്മലാൻ്റെയൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നീ എന്തൊക്കെയാണ് പറയണേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ പാറു. പാറു എൻ്റെ കുട്ടിയെ കൊന്നു കളഞ്ഞതാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗൗതം പ്രണവ് പറയേണ്ടത്, ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ ശുദ്ധ നുണയാണ് പറയണത്, ഈ വിഷയത്തിൽ എന്തിനാണ് കള്ളം പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടട്ടോ അവൻ്റെ അടുത്ത് അപ്പോഴേക്കും അഭിനയം തുടങ്ങിയിട്ടുണ്ട്, ഫുൾ കള്ളത്തരം അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഗൗതം അടിക്കാൻ കയ്യോങ്ങിയപ്പോൾ പ്രണവ് പറഞ്ഞു, ഇനി അവൾ ആരും തൊട്ട് പോകരുത്, തൊട്ട് കഴിഞ്ഞ് ഞാൻ എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്കെന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി ഡോക്ടർ അഭിരാമിയല്ലേ പറഞ്ഞത് ഇടത്തേക്ക് കുട്ടികളുണ്ടാവില്ല എന്നത്, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇടത്തേക്ക് കുട്ടികളുണ്ടായി, ആ കുട്ടീനെ എങ്ങനെയാണ് ഇവൾ കൊന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നിധി ഗർഭിണിയായിരുന്നു, അത് ഇവൾ കളഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. ഗർഭിണിയായിരുന്നു, ഇവൾ കളഞ്ഞത് മാത്രമേ നമ്മുടെ ഫാമിലി ഡോക്ടർ തന്നെ പറഞ്ഞതാണ്, അതറിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. അതേ സത്യമാണ്, അഭിരാമി ഡോക്ടർ പറഞ്ഞു നിധി ഗർഭിണിയായിരുന്നു, അത് ഇവർ രണ്ടുപേരും കൂടി കളഞ്ഞതാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ.
പ്രണവ് പറഞ്ഞിട്ട് ഇല്ല ഇല്ല ഞാനിത് വിശ്വസിക്കില്ല, ഇതൊക്കെ ശുദ്ധ നോണയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാം ഇല്ല ഞങ്ങൾ സത്യം അറിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമും നിധി. നമ്മുടെ ഗൗതം പറയുന്നത് ഞാൻ സരോഗസിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡോക്ടർ ഇങ്ങനെ നിധീനെ പരിശോധിച്ചതും പറഞ്ഞതും പണ്ട് കുട്ടി ഉണ്ടായിരുന്നു അതിനെ കളഞ്ഞിട്ടുള്ള ചികിത്സയാണ് നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞതും എല്ലാം പറയുന്നുണ്ട്. പിന്നെ നിധി പെർഫെക്റ്റ് ഓൾറൈറ്റ് ആണെന്ന് പറഞ്ഞതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശിവാനി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്, ഈശ്വര ഡോക്ടർ ഇത്ര പെട്ടെന്ന് മാറ്റി പറഞ്ഞു എന്നുള്ള ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ നിർമ്മലാൻറ്റി വന്നിട്ട് നിധിനെ ഇങ്ങനെ വിഷമിക്കുന്നത്, നിധി ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദേഷ്യം സങ്കടം എല്ലാം കൂടിയുള്ള അവസ്ഥയിൽ അവളിങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർമ്മലാൻറ്റി വന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശിവാനിയോട് ചോദിക്കുന്നുണ്ട് എന്താ ശിവാനി കേൾക്കണത്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ശിവാനി ഒന്നും മിണ്ടണില്ല. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അത് നിധിയോടുള്ള ദേഷ്യം കാരണം, അവൾക്ക് മാത്രം എല്ലാം കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ അവൾക്ക്, ആ ഒരു ദേഷ്യം കാരണമാണ് അവൾ ഇതൊക്കെ ചെയ്ത് കൂട്ടണത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിർമ്മലാൻറ്റി പറയുന്നുണ്ട് ശിവാനി നീ ഒരു ചെറിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ ഇത്രയും വലിയൊരു കാര്യം നിനക്ക് പാതകം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിധി ഇവളെ നോക്കിയിട്ട് ശിവാനി നോക്കിയിട്ട് നമ്മുടെ നിധി കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ദ്രോഹാടി ചെയ്തത്, എന്തിനാ എൻ്റെ കുഞ്ഞിനെ നീ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നെ കൊന്നൂടായിരുന്നോ, ഇതിലും ഭേദം ഒരു ഗർഭിണിയെ കണ്ട ദൈവം വരെ വേണ്ടി നിൽക്കും ബഹുമാനിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, പക്ഷെ നിൻ്റെ മനസ്സെന്താടി ഇങ്ങനെ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കും, എന്നോട് ചെയ്ത പാപത്തിന് നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പാപം നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കി കരയുന്നുണ്ട് നമ്മുടെ നിധി. ഗൗതം ചോദിക്കുന്നത് എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കണേ, ഒരു എനക്കല്യാണ്ടിയാണല്ലോ നിൽക്കണത്, ഇതിപ്പോൾ നിധിയെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ എന്ത് പുകിലാക്കായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ടിട്ട് അമ്മായി നോക്കിയിട്ട് അമ്മായി ഒരു അക്ഷരം മിണ്ടണില്ല. നിധിക്ക് കുട്ടി ഉണ്ടാവില്ല എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, നിധിയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്, പുറത്തു പോകാനല്ലേ പറഞ്ഞത്, അപ്പോൾ ആ കുഞ്ഞിനെ കൊന്ന ഇവളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴും അമ്മായി എനക്കല്ലാണ്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രണവനോട് ചോദിക്കുന്നുണ്ട് പ്രസവിക്കാൻ കഴിയാത്ത എൻ്റെ ഭാര്യയെ കണ്ടുപോയാൽ നിനക്ക് അപശകുനം അല്ലേ, കാര്യങ്ങളൊന്നും നടക്കില്ല, അപ്പോൾ ഈ തെറ്റ് മുഴുവൻ ചെയ്ത നിൻ്റെ ഭാര്യയെ നീ കണ്ടു പോയി നോക്കുക, അപ്പോൾ എല്ലാം വിശദമായിട്ട് നടക്കും എന്ന് പറയുന്നുണ്ട് ഗൗതം സങ്കടത്തിൽ കേട്ടോ. എന്നിട്ട് അമ്മായിയോടും ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രസവിക്കാൻ കഴിയാത്ത എൻ്റെ ഭാര്യ മുന്നിൽ വന്നാൽ നിങ്ങൾക്ക് അപശകുനം, അപ്പോൾ ഈ തെറ്റ് മുഴുവൻ ചെയ്ത് ഇവളെ കാണുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഒക്കെ പറഞ്ഞാൽ അമ്മായി ഒരു അക്ഷരം മിണ്ടണൂല്ലേ ചോദിക്കണൂല്ലേ, അമ്മായിക്ക് അറിവുള്ള കാര്യമാണല്ലോ. അപ്പോൾ പ്രണവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ശിവാനിയോട് ചോദിക്കുന്നുണ്ട് ശിവാനി ഇത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി തപ്പിപ്പിടിച്ച് നിൽക്കണേ ഉള്ളൂ, ഇതൊന്നും പറയണില്ല. സത്യമാണോ, നീയാണോ ഇടത്തിയുടെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴത്തെയും പോലെ മിണ്ടാണ്ട് അങ്ങനെ പരങ്ങി നിൽക്കണ ആ ഒരു ഭാഗത്തോടു കൂടിയിട്ടാണ് ആ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ശിവാനി പിടിക്കപ്പെട്ടല്ലോ, ബാക്കി അവരുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വരാം കേട്ടോ. എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബായ്.